അളവൊക്കെടുക്കണം. എൻ്റെ നെറ്റിക്ക് എന്തോ അളവുണ്ട്. സോ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചാനൽ കൊണ്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് വീഡിയോകള്. മഴ പെയ്യണു, മഴ പെയ്യണു, പെയ്യരുത്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിന്റെ വിന്നർ. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ പുതിയൊരു ചലഞ്ച് വീഡിയോ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ ചലഞ്ചിന്റെ പേരെന്ന് പറയുന്നത് ഡ്രോയിങ് പോർട്രേറ്റ് ചലഞ്ച്. യെസ്, ഡ്രോയിങ് പോർട്രേറ്റ് ചാലഞ്ച്. അതെന്താണ് ചലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരുടെ ബുക്ക് സെലക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രിന്റ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. സോ ദ പ്രിന്റ് ഈസ് ദിസ് വൺ ഹിയർ. ഇത് ഷർമിയുടെ പ്രിന്റ്. സോ ഈ പടം ഞാനാണ് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും നല്ല ഭംഗിയായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആളെന്ന് തോന്നണം. അതുപോലെ എത്രയും ഭംഗിയായിട്ട് വരയ്ക്കുന്ന ആളാണ് ഈ ചലഞ്ചിന്റെ വിന്നർ. സോ നമ്മുടെ ചലഞ്ചിന്റെ ടൈം എന്ന് പറയുന്നത് 15 മിനിറ്റ്സോളം. നമ്മൾ ടൈമർ സെറ്റ് ചെയ്യാനായിരിക്കും. അതിനുള്ളിൽ വരച്ച് തരുന്ന നല്ല രീതിയിൽ നല്ല ഭംഗിയോടെ വരയ്ക്കുന്നവരായിരിക്കും വിന്നർ. സോ വിന്നറിന് അനുപമ 1 കിലോ സ്വർണ്ണം തരുന്നതായിരിക്കും. അതിനോടായിരിക്കും കൊണ്ടുപോകുന്നത്. അല്ല അനുപമ? ഞാൻ എൻ്റെ സ്നേഹം മാത്രം തരും. അത് കടയിൽ കൊണ്ട് കൊടുത്താൽ അവർ പൈസ ഒന്നും തരുന്നില്ല കേട്ടോ. കട വെക്കാൻ പോലും പറ്റത്തില്ല. സ്വർണ്ണാണെങ്കിൽ നാണയം വെക്കാം. യെസ്, ഞാൻ സ്വർണം തരുന്നതായിരിക്കും ഗൈസ്. പിന്നെ ഓക്കെ, അപ്പൊ നമ്മള് ചാലഞ്ചിലേക്ക് ലെറ്റ്സ് ഗോ. സോ ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ചലഞ്ച് കൊണ്ട് വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് വീഡിയോകളും. So this is the bound paper we are using for the drawing. English word അല്ലേ? അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ടൈമർ സെറ്റ് ചെയ്യണ്ടേ? അതെ, ടൈമർ സെറ്റ് ചെയ്യണം. One eternity later. അപ്പൊ ഗൈസ് നമ്മൾ ടൈമർ വെച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1 go. ഓക്കെ, എന്തായാലും നമ്മൾ വരച്ചിട്ടുണ്ടോ? അപ്പൊ ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ബോണ്ട് പേപ്പർ എടുക്കുമ്പോൾ അതിന്റെ ഔട്ട്ലൈൻ വരയ്ക്കണം. അതാണ് നിർബന്ധം. ആർട്ടിസ്റ്റുകൾ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ആർട്ടിസ്റ്റുകൾ എന്റെ പെൻസിൽ എന്ത് ചെയ്യാ? ആർട്ടിസ്റ്റുകൾ ഔട്ട്ലൈൻ വരച്ചിട്ടേ വരയ്ക്കാറുള്ളൂ. നിന്നോട് ആരാ പറഞ്ഞ? ഞാനൊരു ആർട്ടിസ്റ്റ് ആണല്ലോ. ഞാനിത് വരച്ചിട്ടില്ല. നീ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ലല്ലോ. കർത്താവേ, ഞാനിതിങ്ങനെ വരയ്ക്കും ഇവിടെ പോകുക. ഇത്രയും ഭംഗിയാവുമ്പോൾ എങ്ങനെ വരയ്ക്കുന്നതാണോ? ഗൈസ്, ഇവിടെ മഴ ചെറുതായിട്ട് തുടങ്ങി നടന്നു തോന്നുന്നത്. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക. ഞാൻ 10 മിനിറ്റോടെ ഉള്ളൂ ഗൈസ്. ഞാൻ എൻ്റെ പോർട്രേറ്റ് വരയ്ക്കാൻ പറ്റില്ല, അല്ലാതെ എൻ്റെ ഏരിയം വർഷമൊന്നുമല്ല. ഞാൻ വരയ്ക്കണോ? പിന്നെ ആ ഓടയത്തോടെ എല്ലാം വരയ്ക്കണം. എന്താ ക്ഷമിക്കുന്ന ഓക്കെ ഇപ്പോ എനിക്ക് വരയ്ക്കാൻ അത് മതി. ക്ലാസ്സിലത് കുട്ടി ക്ലാസ്സിൽ പോയതാ അതിൻ്റെ കോമഡി. നമ്മൾ അളവൊക്കെ എടുക്കണം. എൻ്റെ നെറ്റിക്ക് എന്തോ അളവുണ്ട്. എന്തോ ഒരുമാതിരി ആനിമേറ്റ് ആയിട്ടുള്ളൂ. കണ്ട ഇവിടെ പിന്നെ ഞാൻ ഒരു കത്രയാൻ പറ്റുമോ? ചെടി രേസമാറുണ്ടായിരുന്നെങ്കിൽ ഈ പെൻസിലിന്റെ അതെന്ത് പെൻസില്? കുച്ചു 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 വെക്കുന്ന പെൻസില് കേട്ടോ?
മൈ ഗോഡ് ഗൈസ്, സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പെട്ടെന്നാ പോകുന്നത്. ഞാനാണെങ്കിൽ വരച്ച് ഫുൾ ആയി പോലും ഇല്ല. വർത്താനം പറഞ്ഞോണ്ടിരിക്കുമ്പോ ഓർക്കണം. കണ്ണ് വരയ്ക്കാനാണ് പാട് ആക്ച്വലി. ബിക്കോസ് മൈ ഐസ് ആർ ബ്യൂട്ടിഫുൾ. നോ, ബേസിക്കലി കണ്ണ് വരയ്ക്കാൻ ഇച്ചിരി പാടാ. ഞാൻ വരച്ചതിന്റെ പക്ഷെ പേക്കോതായിട്ട് വേറെ നോക്കരുത്. ഇത് ഞാനല്ല. അതെ, വേറെ ഏതോ ഒരു സുന്ദരി. പിന്നെ ഇതാണ് സുന്ദരി. എല്ലാം പേര് എന്റെ മോന്തയാ. ആങ്കിളുടെ കുഴപ്പം ആങ്കിൾ ശരിയില്ലെങ്കിൽ നമുക്ക് പകരം വരയ്ക്കും ശരിയാണ്. കവലേ കവലല്ലോ. മുഖം മാത്രം വരച്ചാൽ മതിയോ? കൈ വരയ്ക്കണം. ഇവിടെ ഒരു കുഞ്ഞു കൈ വരുന്നുണ്ട്. ഗൈസ് 4 മിനിറ്റ് ഉള്ളൂ. 4 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ വരയ്ക്കാൻ പറ്റുന്നു അതൊക്കെ വരച്ചു. ഐ ഡോണ്ട് കെയർ. നിന്റെ മോന്തിയാണേ. നീയല്ലേ വരച്ചത്. എന്റെ ഒറിജിനൽ മോന്ത അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ഇത്ര കഴിവുണ്ടായിരുന്നോ? ഈ കൺപിരിയൊക്കെ വരയ്ക്കാൻ എന്നെ പാടാ. 2-3 വര വരയ്ക്കാതെ വൃത്തിക്ക് വരയ്ക്കണ്ടേ? ആ വരയ്ക്ക് മോണലിസൊന്നും വരയ്ക്കാനും പറയാനില്ല. ഓ ഗൈസ്, മഴ. ഗൈസ് നല്ല എരിപ്പ് കാണും ഒരു ഇനി. മഴയ്ക്ക് പാടാൻ പറ്റി പാട്ടേതാ ഗൈസ്? മഴ കൂട്ടാനോ? മഴ പെയ്യണം, മഴ പെയ്യണം. Oh shit. Here we go again. മഴ പെയ്യണം, മഴ പെയ്യണം, മഴ തന്നെ തന്നെ പായണം, മഴ പെയ്യണം. ഈ പാടാതെ നീ പാടാണെങ്കിലോ മഴവില്ല പാടാം. അവിടെ എനിക്ക് പാടില്ല. അല്ലേ നല്ല പാട്ട് കേൾക്കുമ്പോഴാണ് മഴ പെയ്യാറ്. കേട്ടിട്ടില്ല? അയ്യേ, അത്യാവശ്യത്തിൽ എല്ലാവരും പാടുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് മഴയും വരുന്നുണ്ട്. ഇനി കൂടുതൽ മഴ വേണം. വേണം ഗൈസ്. ഇനി 42 മിനിറ്റ്സ് 38 സെക്കൻഡ്സ്. കണ്ടോ, ചർമ്മി കലാകാരിയാണെന്ന് പറഞ്ഞിട്ട് ഒന്നും അറിയില്ല. ഞാൻ വരച്ചു പോയി. നീ എന്നെ ഉള്ളൂ ഒരുമാതിരി കാട്ടക്കരി വെള്ളമായോന്നല്ലോ. പൂജയെ പോലൊക്കെ ഇരിക്കുന്നു ഞാൻ. നടക്കുമ്പോൾ പ്രശ്നമില്ല. പട്ട് എടുത്ത് കൈ വെക്കുമ്പോൾ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഉറപ്പിടാൻ ഞാനും ഇടാവേ. ഡേറ്റൊക്കെ ഇല്ലാതിനാ. ഇല്ല, നമ്മൾ ഇന്ന് വരച്ചതിന്റെ ഒരു ചരിത്രം കുറിക്കണ്ടേ? ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മള് ചാലഞ്ച് പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇതാണ് ഞാൻ വരച്ചത്. കാണാൻ പറ്റും. ഇതാണ് ഞാൻ വരച്ച അനുപമ. ഏതായാലും ഇത് അനുപമ അല്ലേലും ഇത് അനുപമയാണ്. ഇത് എത്രമാത്രം മാച്ച് ആയിട്ടുണ്ടെന്ന് ഗൈസ് നിങ്ങൾ പറയണം. ഇതാണ് ഔട്ട്ലൈൻ മാത്രമേ ഉള്ളൂ. ഇതെന്തൊരു കഷ്ടമാ. നീ ഗൈസ് കണ്ടോ, ഞാൻ ഫുള്ള് വരച്ചു. എന്റെ മുഖം അപ്പളങ്ങയുടെ ഷേപ്പും തന്നേട്ടാ. ചുണ്ടൊക്കെ കണ്ടോ, കറക്റ്റ് അത്. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മൾ വരച്ച പോർട്രേറ്റ് ഡ്രോയിങ് ചാലഞ്ച്. അപ്പൊ നിങ്ങൾ ഇതിന്റെ വിന്നർ ആരാണ് നമുക്ക് ഡിസൈഡ് ചെയ്താലോ? വിന്നർ ആരാ അത് തന്നെ തീരുമാനിക്കും ഞാൻ തന്നെ. ശരി, അത് കാണാം. പ്രൊഫഷണൽസ് ഉണ്ട്. ആ, അല്ലെങ്കിൽ നമുക്ക് മാർക്കിടാം. അതായിരിക്കും ഇത്തിരി കൂടെ ഫെയർ. ലൈക്ക് കേട്ടോ. അപ്പൊ നമുക്ക് എനിക്ക് ഷർന്ന് തന്നെ ഇടാം വിന്നറായിട്ട് തോന്നുന്നത്. മാർക്കിടാം. എന്നാ മാർക്കുണ്ട്? എങ്ങനെ മാർക്കുണ്ട്? ഞാൻ പറയാം. ഔട്ട്ലൈൻ മുഖം വെച്ചിട്ടോ. ഉണ്ട്. ശരിയെടുക്കാം. ഉണ്ട്. ഇതുകൊണ്ടോ ഉണ്ട്. മൂക്കണ്ട ഉണ്ട്. ഉണ്ട്. അതിന്റെ കൂടെ നോക്കിയാണോ? ചുണ്ടുണ്ടോ? ചുണ്ടുണ്ട്. മുടിയുണ്ടോ?
എങ്ങനെയുണ്ട്? ചായ കുറച്ചുകൂടി ഉള്ളൂ. കഴുത്തുണ്ടോ? കുറച്ചുണ്ട്. ഇല്ല. പക്ഷെ ഓവറോൾ നോക്കുമ്പോ ഫോട്ടോ ആയിട്ട് മാച്ചിങ് തോന്നുന്നത് കൂട്ടി നോക്ക്. കൂട്ടി അവിടെ 1 2 3 4 5 6 7 ഏഴര 6 8 റൗണ്ട് ചെയ്യുമ്പം അപ്പൊ 7 റൗണ്ട് സെലക്ട് നമ്പർ യാ ഓഫ് കോഴ്സ്. നീ 8 അടി. ഓക്കെ ഗൈസ്, അപ്പൊ ഇതിന്റെ വിന്നർ അനുപമയാട്ടോ. മാർക്ക് അടിസ്ഥാനം വെച്ച് നോക്കുമ്പം അനുപമയാണ്. കാരണം പക്ഷേ- കണ്ടന്റ് ഒക്കെ ഉണ്ട് എല്ലാവരും ലൈക്ക് ആവശ്യമുള്ള സാധനമൊക്കെ. പക്ഷെ ആള് നല്ലെന്നേ ഉള്ളൂ. പക്ഷെ ഒരു നമ്മൾ എടുത്ത ഫോട്ടോ വെച്ചിട്ട് കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള ഷർമിയുടെയാണ്. അപ്പൊ നമ്മൾ രണ്ടുപേരും വിന്നേഴ്സ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും 1 കിലോ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങ് 1 കിലോ സമയം കട്ട് ചെയ്തു. ഞാനും കട്ട് ചെയ്തു. ഓക്കെ ഗൈസ്, സോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ